അങ്ങനെ ഒരു ദിവസം നമ്മൾ കൊട്ടിയൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ സുഹൃത്തും ഫ്രണ്ടുമായ രശ്മി. നമ്മളുടെ കൂടെ വേറെ 2 JCI ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു, വിനയേച്ചിയും ബീനേച്ചിയും. സന്തോഷ് കുളങ്ങര സാറിനെ ചിലർക്കെങ്കിലും ഓർമ്മ വരുമായിരിക്കും, ഇങ്ങനെയൊരു ഇൻട്രൊഡക്ഷൻ അല്ലേ? ഹലോ ഗൈസ്, നമ്മൾ കൊട്ടിയൂർ പോവുകയാണ്. കൊട്ടിയൂർ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ കൊട്ടിയൂർ ഫേമസ് എന്ന് വെച്ചാൽ നമ്മുടെ ദക്ഷയാഗം ഒക്കെ ഇവിടെയാണ് നടന്നത്. കൊട്ടിയൂർ വെച്ചിട്ട്, ഇവിടെ വെച്ചിട്ടാണ് സതീദേവി ത്യാഗം ചെയ്തത് സ്വന്തം ബോഡി. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇളനീർ കൊണ്ട് ആൾക്കാർ നടന്നു പോകുന്ന കാണാം. അത് കൊട്ടിയൂരേക്കാണ്. അവിടെ ഇളനീർ കൊണ്ട് അവർ ഒരു വഴിപാട് ഉണ്ട്. അതിനു വേണ്ടിയാണ് ഈ ഇളനീർ അവർ നടന്നുകൊണ്ടാണ് ഒത്തിരി ദൂരം താണ്ടി അവിടെ കൊട്ടിയൂർ പോകുന്നത്. കൂടുതൽ എനിക്കറിയത്തില്ല, ആർക്കെങ്കിലും അറിയെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യണം എന്താണ് അത് പ്രത്യേകത എന്ന്. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ എത്തി. ബാവലിപ്പുഴയെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കാടുകളും പുഴയും ഒക്കെ കാണാം നിങ്ങൾക്ക്. ട്രീസൊക്കെ ആയിട്ട് ഒത്തിരി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡിവൈൻ വൈബ്സ് യു ക്യാൻ ഫീൽ. അപ്പോൾ നമ്മൾ ഈ റിവറിൽ ബാവലിപ്പുഴ, അവിടെ ഫസ്റ്റ് തന്നെ ചിലവർ കുളിക്കുക, നമ്മൾ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ്. അങ്ങനെ ഞങ്ങളും ജസ്റ്റ് ഒന്ന് നനച്ചു. ഇവിടെ കൊട്ടിയൂരിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വെള്ളം നിറഞ്ഞിരിക്കുന്നത് കാണാം. കാൽമുട്ടിൽ വരെ നമ്മുടെ വെള്ളം ഉണ്ടാകും. മിക്കവാറും മഴക്കാലമായിരിക്കാം ഈ ഉത്സവം ഇവിടെ നമ്മുടെ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ എല്ലാ വർഷവും ഇവർ ഈ യാഗശാല പണിയും. അത് കഴിഞ്ഞാൽ യാഗശാല കത്തിക്കും. അങ്ങനെ സതീദേവിയുടെ ജീവത്യാഗം ചെയ്ത ഒരു ഓർമ്മയിലായിരിക്കാം ഇത് എല്ലാ വർഷവും പണിയുമെന്നാണ് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞു അമ്പലത്തിൽ. കുറച്ച് നേരം ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു, റീൽസൊക്കെ ആക്കാൻ വേണ്ടി. അങ്ങനെ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും വരണം. അങ്ങനെ സ്വന്തം വോയിസിൽ ഇൻസ്റ്റഗ്രാമിൽ പാട്ട് കിട്ടാത്തത് കൊണ്ട് റീൽസൊക്കെ ആക്കി ഞങ്ങൾ ഇവിടെ നിന്നും പതുക്കെ പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് സ്നാക്സ് മേടിച്ചു കുറച്ച്. ഇനി ഇവിടെ നിന്നും നിങ്ങൾക്ക് പോകുമ്പോൾ തിരിച്ചു കൊണ്ടാവുന്ന ഒരു സാധനം, എല്ലാവരുടെ വീട്ടിലും ഇത് എല്ലാ വർഷവും ഇത് തൂക്കിയിടുന്നു. ഇത് പറയപ്പെടുന്നത് ദക്ഷൻ്റെ താടി ആണ് എന്നാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ആയിരിക്കാം ഇത് എല്ലാ വർഷവും ആൾക്കാർ പുതിയത് മേടിച്ച് കെട്ടിത്തൂക്കും സ്വന്തം വീടുകളിൽ. അത് ഇവിടെ നിങ്ങൾക്ക് ഷോപ്പുകളിൽ ഈ കൊട്ടിയൂർ പോകുന്ന വഴിക്ക് തന്നെ നിറയെ കാണാവുന്നതാണ്. ഒരു ചെടി, ഒരു മരത്തിൽ നിന്നും ഇത് അവരെടുക്കുന്നതാണ്. എന്നിട്ട് അത് അവിടെ ഷോപ്പുകളിൽ തന്നെ അവർ അതിന് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് തീർച്ചയായും എവിടെ നിന്നും നിങ്ങൾ മറക്കാതെ എടുക്കണം, വാങ്ങിക്കണം എന്ന ഒരു സാധനമാണ്, വാങ്ങിക്കാൻ പറ്റിയ. നമ്മളങ്ങനെ തിരിച്ച് ഈ ബാവലിപ്പുഴയിലൂടെ പ്രകൃതി ആസ്വദിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു. ഐ ഹോപ്പ് എവ്രിവൺ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്, യു ലവ്ഡ് ഇറ്റ്. സോ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഐ ഹോപ്പ് I'll come with another video, interesting one. Till then, bye bye.